അദ്ധ്യായം 68 അൽ ഖലം മക്കയിൽ അവതരിച്ചത്. 1-ാം വചനത്തിൽ പേനയെയും എഴുത്തിനെയും സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ, പേനയും അവർ എഴുതുന്നതും തന്നെയാണ് സത്യം. മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഒരു ഭ്രാന്തനല്ല. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. തീർച്ചയായും നിനക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു. ഫസതുബ്സിറു വയുബ്സിറൂൻ. ആകയാൽ വഴിയെ നീ കണ്ടറിയും, അവരും കണ്ടറിയും. ബിഅയ്യികുമുൽ മഫ്തൂൻ. നിങ്ങളിൽ ആരാണ് കുഴപ്പത്തിലകപ്പെട്ടവനെന്ന്. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവന്റെ മാർഗം വിട്ട് പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു. സന്മാർഗം പ്രാപിച്ചവരെയും അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ഫലാ തുതിഇൽ മുകദ്ദിബീൻ. അതിനാൽ സത്യനിഷേധികളെ നീ അനുസരിക്കരുത്. വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. നീ വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവർക്കും വഴങ്ങിത്തരാമായിരുന്നു എന്നവർ ആഗ്രഹിക്കുന്നു. വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ. അധികമായി സത്യം ചെയ്യുന്നവനും നീചനുമായിട്ടുള്ള യാതൊരാളെയും നീ അനുസരിച്ചു പോകരുത്. ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം. കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനുമായ മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നവനും അതിക്രമിയും മഹാപാപിയുമായ ഉതുല്ലിൻ ബഅദ ദാലിക സനീം. ക്രൂരനും അതിനു പുറമെ ദുഷ്കീർത്തി നേടിയവനുമായ അൻ കാന ദാ മാലിൻ വബനീൻ. അവൻ സ്വത്തും സന്താനങ്ങളും ഉള്ളവനായി എന്നതിനാൽ അവൻ അത്തരം നിലപാട് സ്വീകരിച്ചു. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവന് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവൻ പറയും, പൂർവികന്മാരുടെ പുരാണ കഥകൾ എന്ന്. സനസിമുഹു അലൽ ഖുർതൂം. വഴിയെ അവന്റെ തുമ്പിക്കൈമേൽ നാം അവന് അടയാളം വെക്കുന്നതാണ്. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്നതി ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. ആ തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ തീർച്ചയായും അവരെയും നാം പരീക്ഷിച്ചിരിക്കുകയാണ്. പ്രഭാതവേളയിൽ ആ തോട്ടത്തിലെ പഴങ്ങൾ അവർ പറിച്ചെടുക്കുമെന്ന് അവർ സത്യം ചെയ്ത സന്ദർഭം. വലാ യസ്തത്നൂൻ. അവർ യാതൊന്നും ഒഴിവാക്കി പറഞ്ഞിരുന്നില്ല. ഫതാഫ അലൈഹാ ത്വായിഫും മിർ റബ്ബിക വഹും നായിമൂൻ. എന്നിട്ട് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു ശിക്ഷ ആ തോട്ടത്തെ ബാധിച്ചു. ഫഅസ്ബഹത് കസ്സരീം. അങ്ങനെ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. ഫതനാദൗ മുസ്ബിഹീൻ. അങ്ങനെ പ്രഭാതവേളയിൽ അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു, അനിഗ്ദൂ അലാ ഹർത്തികും ഇൻ കുൻതും സാരിമീൻ. നിങ്ങൾ പറിച്ചെടുക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് നിങ്ങൾ കാലത്തു തന്നെ പുറപ്പെടുക. ഫൻതലഖൂ വഹും യതഖാഫതൂൻ. അവർ അന്യോന്യം മന്ത്രിച്ചുകൊണ്ടുപോയി, അല്ലാ യദ്ഖുലന്നഹ അൽയൗമ അലൈക്കും മിസ്കീൻ.
ഇന്ന് ആ തോട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് ഒരു സാധുവും കടന്നുവരാൻ ഇടയാവരുത് എന്ന്. وغدوا على حرد قادرين. അവർ സാധുക്കളെ തടസ്സപ്പെടുത്താൻ കഴിവുള്ളവരായിക്കൊണ്ടുതന്നെ കാലത്ത് പുറപ്പെടുകയും ചെയ്തു. فلما رأوها قالوا إنا لضالون. അങ്ങനെ അത് അഥവാ തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായും നാം പിഴവ് പറ്റിയവരാകുന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ. അല്ല, നാം നഷ്ടം നേരിട്ടവരാകുന്നു. ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ. അവരുടെ കൂട്ടത്തിൽ മധ്യനിലപാടുകാരനായ ഒരാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്താണ് നിങ്ങൾ അല്ലാഹുവെ പ്രകീർത്തിക്കാതിരുന്നത്? ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. അവർ പറഞ്ഞു, നമ്മുടെ രക്ഷിതാവ് എത്രയോ പരിശുദ്ധൻ, തീർച്ചയായും നാം അക്രമികളായിരിക്കുന്നു. ഫഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതലാവമൂൻ. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേർക്ക് തിരിഞ്ഞു. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ. അവർ പറഞ്ഞു, നമ്മുടെ നാശമേ, തീർച്ചയായും നാം അതിക്രമകാരികളായിരിക്കുന്നു. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. നമ്മുടെ രക്ഷിതാവ് അതിനേക്കാൾ ഉത്തമമായത് നമുക്ക് പകരം തന്നേക്കാം. തീർച്ചയായും നാം നമ്മുടെ രക്ഷിതാവിങ്കലേക്ക് ആഗ്രഹിച്ചു ചെല്ലുന്നവരാകുന്നു. കദാലികൽ അദാബ് വലഅദാബുൽ ആഖിറതി അക്ബറു ലൗ കാനൂ യഅലമൂൻ. അപ്രകാരമാകുന്നു ശിക്ഷ. പരലോക ശിക്ഷയാവട്ടെ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു, അവർ അറിഞ്ഞിരുന്നെങ്കിൽ. ഇന്ന ലിൽമുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അനുഗ്രഹങ്ങളുടെ സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. അപ്പോൾ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെപ്പോലെയാക്കുമോ? മാ ലകും കൈഫ തഹ്കുമൂൻ. നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങൾ എങ്ങനെയാണ് വിധി കൽപ്പിക്കുന്നത്? അം ലകും കിതാബുൻ ഫീഹി തദ്റുസൂൻ. അതല്ല, നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവും കിട്ടിയിട്ട് നിങ്ങൾ അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇന്ന ലകും ഫീഹി ലമാ തഖയ്യറൂൻ. നിങ്ങൾ യഥേഷ്ടം തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ടോ? അം ലകും അയ്മാനുൻ അലൈനാ ബാലിഗതുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്ന ലകും ലമാ തഹ്കുമൂൻ. അതല്ല, ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ എത്തുന്ന നിങ്ങൾ വിധിക്കുന്നതെല്ലാം നിങ്ങൾക്കായിരിക്കുമെന്നതിനുള്ള വല്ല കരാറുകളും നിങ്ങളോട് നാം ബാധ്യതയേറ്റതായി ഉണ്ടോ? സൽഹും അയ്യുഹും ബിദാലിക സഈം. അവരിൽ ആരാണ് ആ കാര്യത്തിന് ഉത്തരവാദിത്തം ഏൽക്കാനുള്ളത് എന്ന് അവരോട് ചോദിച്ചു നോക്കുക. അം ലഹും ശുറകാഉ ഫൽയഅതു ബിശുറകാഇഹിം ഇൻ കാനൂ സാദിഖീൻ. അതല്ല, അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ? എങ്കിൽ അവരുടെ ആ പങ്കുകാരെ അവർ കൊണ്ടുവരട്ടെ, അവർ സത്യവാൻമാരാണെങ്കിൽ. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഊന ഇലസ്സുജൂദി ഫലാ യസ്തതീഊൻ. കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കുക. സുജൂദ് ചെയ്യാൻ അന്ന് അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്കതിന് സാധിക്കുകയില്ല. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലഹ്
وقد كانوا يدعون إلى السجود وهم سالمون. അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും. നിന്ദ്യത അവരെ ആവരണം ചെയ്യും. അവർ സുരക്ഷിതരായിരുന്ന സമയത്ത് സുജൂദിനായി അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു. فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون. ആകയാൽ എന്നെയും ഈ വർത്തമാനം നിഷേധിച്ചു കളയുന്നവരെയും കൂടി വിട്ടേക്കുക. അവർ അറിയാത്ത വിധത്തിലൂടെ നാം അവരെ പടിപടിയായി പിടികൂടിക്കൊള്ളാം. وأملي لهم إن كيدي متين. ഞാൻ അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും എന്റെ തന്ത്രം ശക്തമാകുന്നു. أم تسألهم أجرا فهم من مغرم مثقلون. അതല്ല, നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധയാൽ ഞെരുങ്ങിയിരിക്കുകയാണോ? أم عندهم الغيب فهم يكتبون. അതല്ല, അവരുടെ അടുക്കൽ അദൃശ്യജ്ഞാനമുണ്ടായിട്ട് അവർ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണോ? فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم. അതുകൊണ്ട് നിന്റെ രക്ഷിതാവിന്റെ വിധി കാത്ത് നീ ക്ഷമിച്ചുകൊള്ളുക. നീ മത്സ്യത്തിന്റെ ആളെപ്പോലെ അഥവാ യൂനുസ് നബിയെപ്പോലെ ആകരുത്. അദ്ദേഹം ദുഃഖനിമഗ്നനായിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. ലൗലാ അൻ തദാറകഹു നിഅമതും മിർ റബ്ബിഹി ലനുബിദ ബിൽഅറാഇ വഹുവ മദ്മൂം. അദ്ദേഹത്തിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപാർഹനായിക്കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു. فاجتباه ربه فجعله من الصالحين. അപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാക്കുകയും ചെയ്തു. وَإِن يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നീ ഇടറി വീഴുമാറാക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെയാണ് എന്നവർ പറയും. وَمَا هُوَ إِلَّا ذِكْرٌ لِلْعَالَمِينَ. ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല.